ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലിപ്സ്റ്റിക് ലവേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ന്യൂഡ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു ഡെയിലി ഗോ ബേസസ് ലിപ്സ്റ്റിക്ക് കുറച്ച് എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു 3 പ്രോഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, കുറച്ചും കൂടെ എൻ്റെ കയ്യിലുണ്ട് ആക്ച്വലി. അത് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, അല്ലാതെ പിന്നെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 3 പ്രോഡക്റ്റ്സാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ അഫോർഡബിൾ ആണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും റേഞ്ച് ഒരു 100 to 300 ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷെയ്ഡ് അല്ലെങ്കിൽ ആദ്യത്തെ ലിപ്സ്റ്റിക് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ദിസ് ഈസ് ദ വൺ, ഫസ്റ്റ് വൺ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 22 കോഫി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. ഇത് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ആക്ച്വലി ഇത് ലിപ്സ്റ്റിക് അല്ല, ഇതൊരു ലിപ് ക്രയോൺ ആണ്. പിന്നെ ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. എൻ്റെ പോലെ ഫെയർ ടു മീഡിയം സ്കിൻ ടോണാർക്ക് ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ റേഞ്ചും ഞാൻ പറഞ്ഞ പോലെ ഒരു 100-300 റേഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ മിറർ വെച്ചിട്ടുണ്ട്, ഞാൻ അതിലിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ടെക്സ്ചർ ആൻഡ് ദിസ് ഈസ് ദ കളർ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഡ്രൈ ആക്കത്തൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചർ എന്ന് പറയാം. പ്രത്യേകിച്ച് ഇതൊരു ലിപ് ക്രയോൺ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാൻ ലിപ്സിൽ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ പെർഫെക്റ്റ് കളർ. എന്താ പറയുക, നമുക്കൊരു ഡെയിലി ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളറാണിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്രീമിയാണ്, അങ്ങനെ ഡ്രൈ ഔട്ട് ആവുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് കുറച്ചൊക്കെ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല, കുറച്ച് ട്രാൻസ്ഫർ ആവും, ബട്ട് നമുക്ക് ആ ഒരു ടിൻറ്റ് എപ്പോഴും ചുണ്ടിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനും ഭയങ്കര ഈസിയാണ്, ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ലിപ് ക്രയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഷെയ്ഡ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്, ഇത് ഞാൻ ഇവിടെ നമ്മുടെ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്റ്റെയിൻ മോച്ച എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. എവരിബഡി നോസ് നമ്മുടെ സുഡിയോയിൽ എല്ലാം കുറച്ച് അഫോർഡബിൾ റേഞ്ചാണ്. പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചധികം നാളായി, സോ എനിക്കിതിൻ്റെ പ്രൈസ് കറക്റ്റ്ലി എനിക്ക് നല്ല ഓർമ്മയില്ല. ബട്ട് ദിസ് ഇസ് സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ലൊരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. ആൻഡ് ദിസ് ഇസ് ദ ഷെയ്ഡ്. നല്ലൊരു ടെക്സ്ചറാണ് ആക്ച്വലി. ഇതും ഞാൻ നേരത്തെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ പറഞ്ഞ പോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഡെയിലി ബേസിസിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ എപ്പോഴും പെട്ടെന്ന് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം.
കണ്ടില്ലേ? ആൻഡ് ദിസ് ഇസ് ദി ഷെയ്ഡ്. നേരത്തെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല, ബട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറാണുള്ളത്. കണ്ടില്ലേ? നല്ലൊരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു പീച്ച് ബ്രൗൺ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണിത്. ഇത് ഞാൻ നേരത്തെ ഷെയ്ഡ് പറഞ്ഞ പോലെ സ്റ്റെയിൻ മോച്ച. ദിസ് ഈസ് ദ ഷെയ്ഡ് സ്റ്റെയിൻ മോച്ച. ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫാണ്, ഓഫ് കോഴ്സ് എവറിബഡി നോസ്. നമ്മുടെ സ്റ്റുഡിയോ ആണല്ലോ, അഫോർഡബിൾ ആണ്. പക്ഷേ കുറേ നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. നമുക്ക് ബാഗിലൊക്കെ ക്യാരി ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റീടച്ച് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ആ ഒരു സ്റ്റെയിൻ എപ്പോഴും ലിപ്പിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി ഒരു ബേസിക്കലി നല്ലൊരു സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലിപ്സ്റ്റിക്ക്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണിത്. ഞാൻ എപ്പോഴും റീഫിൽ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് എന്താ അറിയില്ല, ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ലാക്മേയുടെ ആണ്. ലാക്മേയുടെ ഇതാ ഫോക്കസ് ആവുന്നില്ല ഗൈസ്, ന്യൂഡ് ട്വിസ്റ്റ്. അതാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. 19 ന്യൂഡ് ട്വിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ലാക്മേഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി അഫോർഡബിൾ, എവറിബഡി നോസ്. ഇതെനിക്ക് എന്താ പറയുക, ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് ദ പെർഫെക്റ്റ് കളർ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം അത് ഔട്ടായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കാണുമ്പം ഒരു രക്ഷയില്ലാത്തൊരു ഷെയ്ഡാണ്. എൻ്റെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫെയർ ടു മീഡിയം സ്കിന്നുകാർക്ക് ഭയങ്കര സൂപ്പർ സാധനമാണിത്. ഇതൊരു 200 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു 4 to 5 years ആയിട്ട് കണ്ടിന്യൂസ്ലി ഇതാണ് എൻ്റെ ഡെയിലി ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. എവിടെ പോവുകയാണെങ്കിലും വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് എനിക്ക് മസ്റ്റാണ്. എപ്പോഴും എൻ്റെ ബാഗിലും ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണിത്. എന്താ പറയുക, നമുക്ക് ഈ ചില ആൾക്കാരുണ്ടാവുമല്ലോ, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഇഷ്ടമാണ്, പക്ഷെ ആൾക്കാർ കാണുമ്പോൾ എന്തെങ്കിലും പറയുമോ, കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ഇടാൻ മടിയാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. ഇതെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ കാണിച്ച ഈ 3 ലിപ്സ്റ്റിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് മൂന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അഫോർഡബിളുമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്. പക്ഷേ ഇത് 3ലും എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ഞാൻ എപ്പോഴും റീഫിൽ ചെയ്യുന്ന, ഞാൻ വാങ്ങിക്കാതെ പോവാത്തൊരു ലിപ്സ്റ്റിക്ക് ഇതാണ്. എൻ്റെ കയ്യിൽ വേറെയും കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ പിന്നെ ആദ്യമേ നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 3 ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ മോർ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണണം എന്നാണെങ്കിൽ പ്ലീസ് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂഡ് ട്വിസ്റ്റിൻ്റെ എക്സാക്റ്റ് ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ലിപ്പിലിടുമ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഔട്ടാവുന്നുണ്ടാവില്ല. ഞാൻ ഇത് സ്വൈച്ച് ചെയ്ത് കാണിക്കാൻ മറന്നു. ദിസ് ഈസ് നമ്മുടെ ലിപ് ക്രയോണിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത് 3. എന്താ പറയുക, ഭയങ്കര അഫോർഡബിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ കാണണം. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.